അത് ഇവര് ചോദിച്ച അതേ ചോദ്യം സനകൻ കൗശലം ഉപയോഗിച്ച് വേറൊരു ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും മറുപടി വിചാരിക്കുക. ഒക്കെ ശരി, അതൊന്നും ഇതിനൊന്നും ബാധിക്കില്ല. ഞങ്ങൾക്കൊരു പ്രൊപ്പഗാൻഡ ഇതുണ്ട്, രീതിയിൽ ക്യാമ്പയിൻ ഉണ്ട്. ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾ നോക്ക്. നാളെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തും, ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കുകയാണ്. മറ്റത് എന്താ പറയുന്നത്, കേരളത്തെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷം. ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു, കേരളം വിൽക്കാൻ വെച്ചിരിക്കുന്നു. ചന്ദ്രശേഖരൻ ആ സ്റ്റേഡിയം വിൽക്കാൻ പോവാണ്. എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത്? ഞങ്ങളതാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം. അത് ഗവൺമെന്റിന്റെ മാത്രം ആഗ്രഹമല്ല, കേരളത്തിന്റെ ആഗ്രഹമാണ്. കേരളത്തിൽ വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ഉണ്ടാകണം, കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, അവരിങ്ങനെ പുറത്തേക്ക് പോകരുത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾ എന്ത് പോസിറ്റീവാണ്, ഞങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ്. ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയല്ലേ, ഞങ്ങൾക്കും ബഹിഷ്കരിക്കാൻ പാടില്ല. ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്താ, നവകേരള സദസ്സ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ കൂടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമേ ഞങ്ങൾ, അത് LDF ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാൻ പറഞ്ഞത് LDFന്റെ ക്യാമ്പയിനാണ്. ഞങ്ങളുടെ വിചാരണ സദസ്സ് വേറെ ഞങ്ങൾ നടത്തി. കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങൾ പോസിറ്റീവാണ്. ഇവരാ അല്ലാതെ ഞങ്ങൾ LDFുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ട്. എന്തിനാ ഒരുമിച്ച് ചെയ്യണത്? ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ആ വിഷയം അവതരിപ്പിച്ചത്. സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കടൽ മണൽ ഖനനത്തെക്കുറിച്ച്. അതിന്റെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ തന്നെയാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിച്ചത്. അപ്പൊ സർക്കാർ മറുപടി, കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനം എടുക്കേണ്ടത്. സെൻട്രൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നത്. അത് ഞങ്ങൾക്ക് കുറച്ച് നിലപാട്. ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാപ്പകൽ സമരം KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്, പദയാത്രകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കടൽ മണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരം UDFും NK പ്രേമേന്ദ്രൻ നയിക്കുന്ന കാൽനട യാത്രയുണ്ട്. ഇതെല്ലാം UDFന്റെ ഘടകകക്ഷികളും UDFും എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് പരിപാടി.